വളപട്ടണം സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഒന്നാം പ്രതി മുഹമ്മദ് ജസീലിന് 10 വർഷം തടവ്. ബാങ്ക് മാനേജർ ജസീൽ 8.5 ലക്ഷം രൂപ പിഴയൊടുക്കണം. UDF ഭരിക്കുന്ന ബാങ്കിൽ നടന്നത് 10 കോടിയുടെ തട്ടിപ്പ്. മഞ്ചേശ്വരം കോഴക്കേസിൽ സുനിൽ നായിക്കിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ പത്രിക പിൻവലിക്കാൻ കെ സുന്ദരയ്ക്ക് കോഴ നൽകിയ കേസിൽ. കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം വെടിമരുന്ന് കണ്ടെത്തിയതിൽ അട്ടിമറി സാധ്യതയില്ല എന്ന് പോലീസ്. സമീപത്തെ വീട്ടിലെ കല്യാണത്തിന് പൊട്ടിച്ചതിന്റെ ബാക്കിയെന്ന് പോലീസ്. വീട്ടുകാർക്കെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരം കേസ്. CBSE +2 പരീക്ഷാ ഫലം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക്. സൈറ്റുകളിൽ നിന്ന് ഫലമറിയാൻ സൗകര്യം. പെഗാസസ് ഫോൺ ചോർത്തലിലും കർഷക സമരത്തിലും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഫോൺ ചോർത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി അടുത്തയാഴ്ച പരിഗണിക്കും. ജന്തർ മന്ദറിൽ കർഷക പാർലമെന്റ് തുടരുന്നു. ഒളിമ്പിക്സ് ബോക്സിംഗിൽ മെഡൽ ഉറപ്പിച്ച് ലൗലീന. ക്വാർട്ടറിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ചു. അത്ലറ്റിക് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമ്പെയ്ത്തിൽ ദീപിക കുമാരിയും ബാഡ്മിന്റണിൽ PV സിന്ധുവും ഇന്നിറങ്ങും. കോവിഡ് പ്രതിസന്ധി പരിഹരിക്കാൻ 5650 കോടിയുടെ അനുബന്ധ പാക്കേജ് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. ചെറുകിട കച്ചവടക്കാരെ സഹായിക്കാൻ 2000 കോടി രൂപയുടെ വായ്പാ പദ്ധതി. ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന 2 ലക്ഷത്തിൽ താഴെയുള്ള വായ്പകളുടെ പലിശകളുടെ 4% വരെ സംസ്ഥാന സർക്കാർ 6 മാസത്തേക്ക് വഹിക്കും. 1 ലക്ഷം പേർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണിത്. പക്ഷേ പലരും പറഞ്ഞൊരു കാര്യം, അവർക്ക് കട ഇത്രയും നാൾ അടച്ചു കിടന്നതുകൊണ്ട് ഇതൊന്ന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനായിട്ടുള്ള വളരെ മിനിമം പലിശയിൽ ഈ കാര്യം കൊടുക്കുക എന്ന നിലയിലാണ് ഒരു കാര്യം. അപ്പോൾ അതിനകത്തൊരു 2000 കോടി രൂപയുടെയെങ്കിലും ഈ കടം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അത് കേവലമായി പറയുന്നതല്ല, ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ബാങ്കുകാരുമായി നടത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കും മറ്റ് സഹകരണ ബാങ്കുകളും നമ്മുടെ നാട്ടിലെ മറ്റ് ഷെഡ്യൂൾഡ് നാഷണലൈസ്ഡ് ബാങ്കുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എസ് ജീവൻകുമാർ മറ്റു വിശദാംശങ്ങൾ നൽകും. ജീവൻ, ഈ പ്രതിസന്ധിയിൽ ക്രൈസിസ് കാലഘട്ടത്തിൽ വലിയ കൈത്താങ്ങാണോ സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം? ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണ്, ഹൈലൈറ്റ്സ് എന്താണ്? അരുൺ, അക്ഷരാർത്ഥത്തിൽ വ്യാപാര വ്യവസായ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കടകൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വ്യാപാരികളിൽ നിന്നും വാണിജ്യ മേഖലയിൽ നിന്നൊക്കെ ചെറിയ അസ്വാരസ്യങ്ങളും മുറിവുറുപ്പുകളും ഒക്കെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് 5650 കോടി രൂപയുടെ അനുബന്ധ സാമ്പത്തിക പാക്കേജ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് പ്രസ്താവിച്ചത്. KSFയുടെ എല്ലാ വായ്പകളുടെയും പിഴപ്പലിശ സെപ്റ്റംബർ 30 വരെ ഒഴിവാക്കി ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന 2 ലക്ഷത്തിൽ താഴെയുള്ള വായ്പകളുടെ പലിശയുടെ 4% സംസ്ഥാന സർക്കാർ അടുത്ത 6 മാസത്തേക്ക് വഹിക്കും. 1 ലക്ഷം പേർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണിത്. ഇതിനായി 2000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും വായ്പ എടുത്തവർക്ക് അടുത്ത ജൂലൈ വരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വർഷം മാർച്ച് 31 വരെ തിരിച്ചടവ് വളരെ കൃത്യമായി നടത്തിയവർക്കാണ് ഈ മൊറട്ടോറിയത്തിന്റെ ആനുകൂല്യം ലഭിക്കുക. സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള വാടക കെട്ടിടങ്ങളുടെ വാടക ജൂലൈ മുതൽ ഡിസംബർ 31 വരെ ഒഴിവാക്കിയെന്ന് സുപ്രധാനമായ ഒരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള വാടക കെട്ടിടങ്ങളുടെ വാടക ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ ചെറുകിട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള കെട്ടിട നികുതി ഈ വരുന്ന കാലയളവിലേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം ചെറുകിട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ട്രിസിറ്റി ചാർജും സർക്കാർ വാടകയും ഒഴിവാക്കി. ഒരുപക്ഷെ കേരളത്തിന്റെ വ്യാപാര മേഖലയെ ഇത്രമേൽ ഉത്തേജിപ്പിക്കാൻ ഇതിൽ കൂടുതൽ കഴിയില്ല. കാരണം ഈ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ ഇനി മുതൽ ഇലക്ട്രിസിറ്റി ചാർജ് അടക്കേണ്ട, വാടക അടക്കേണ്ട, അവർ കെട്ടിട നികുതിയും അടക്കേണ്ട എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഉണ്ടായിരിക്കുന്ന ഒരു പ്രഖ്യാപനം. ജീവൻ, ഇതിപ്പോ സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത വായ്പയ്ക്ക് ഉൾപ്പെടെയാണല്ലോ ഇങ്ങനെയൊരു മൊറട്ടോറിയം ഇളവ് യഥാർത്ഥത്തിൽ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ടോട്ടൽ 2000 കോടിയോളം രൂപയുടെ പാക്കേജ് ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ? 5650 കോടി രൂപയുടെ പാക്കേജാണ് ധനമന്ത്രി. അതല്ല ജീവൻ, അതായത് ഇളവ് മാത്രമായി 2000 കോടി ഇളവ് മാത്രമായി അങ്ങനെ വരുന്നുണ്ടോ? ഈ 2000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്ന ബാങ്കുകളിൽ നിന്നും എടുത്തിരിക്കുന്ന 2 ലക്ഷത്തിൽ താഴെയുള്ള വായ്പകളുടെ പലിശ അത് അടുത്ത 4 മാസത്തേക്ക് സംസ്ഥാന സർക്കാരാണ് അടയ്ക്കാനായി പോകുന്നത്. അടുത്ത 6 മാസത്തേക്ക് സംസ്ഥാന സർക്കാരാണ് ഈ 4% പലിശ അടയ്ക്കുക. ആ പലിശ അടയ്ക്കുന്നതിന് വേണ്ടിയാണ് 2000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത്. ശരി. എസ് ജീവൻകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭയിൽ
നിയമസഭയിൽ ചോദ്യോത്തരവേള അലങ്കോലപ്പെടുത്തി പ്രതിപക്ഷം. നിയമസഭാ കേസിനെ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷം ചോദ്യോത്തരവേള അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന കീഴ്വഴക്കമില്ല എന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടേണ്ടി വന്നു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സർ, ഞാൻ പറഞ്ഞത് മുഴുവൻ ഈ നിയമസഭയിലെ പ്രശ്നം നിയമസഭയുടെ ഭാഗമായി തീർപ്പാക്കാൻ തയ്യാറാകാതെ പോലീസിനെ ഏൽപ്പിച്ച UDF സർക്കാരിൻ്റെ നിലപാടുകളും നടപടികളും തെറ്റാണെന്നുള്ളതാണ്. സർ, അവിടെ ഭാഗമായി നിയമ നടപടി നേരിടും. ആവശ്യമായ രീതിയിൽ ആ കേസിനെ കോടതിയിൽ വെച്ച് നിയമപരമായി നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതുകൊണ്ട് രാജിവെക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും പഠനം മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്ന പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. SSC ST വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന ഉപകരണം നൽകുന്നത് ഈ മാസം പൂർത്തിയാകും. SSC ST OBC കുട്ടികൾക്ക് പഠനത്തിന് കൂടുതൽ സൗകര്യമൊരുക്കുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത എല്ലാ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ചും മലമ്പ്രദേശങ്ങളിലടക്കം എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അവിടെ ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള മറ്റ് നിരവധി പഠന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ കുട്ടികളെയും പഠിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡിജിറ്റൽ പഠനം ഒരു കാരണവശാലും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയും. UDF ഭരിക്കുന്ന വളപട്ടണം സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി മുഹമ്മദ് ജസീലിന് 10 വർഷം തടവ്. ബാങ്ക് മാനേജറായിരുന്ന ഒന്നാം പ്രതിയായ ജസീൽ 8.5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തലശ്ശേരി വിജിലൻസ് കോടതിയുടേതാണ് ഈ വിധി. 2013-2014 കാലയളവിലായിരുന്നു കോടികളുടെ തട്ടിപ്പ് നടന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട 12 കേസുകളിൽ ഒന്നിൽ മാത്രമാണ് കോടതി വിധി പറഞ്ഞത്. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള A. വിജയരാഘവൻ. സഹകരണത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം രാജ്യത്തെ സഹകരണ ബാങ്കുകളിലെയും സൊസൈറ്റികളിലെയും വലിയ നിക്ഷേപത്തിൽ കണ്ണുവച്ചാണ്. സഹകരണ മേഖലയെ വരുതിയിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമത്തെ സഹായിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും മുഖ്യധാരാ മാധ്യമങ്ങളും നീങ്ങുന്നത്. കരുവന്നൂർ ബാങ്ക് വിഷയം പർവ്വതീകരിച്ചും പൊതുവൽക്കരിച്ചും സഹകരണ പ്രസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമത്തെ ജനങ്ങളുടെ പിന്തുണയോടെ പരാജയപ്പെടുത്തുമെന്നും ദേശാഭിമാനി ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. വ്യാപാര മേഖല നേരിടുന്ന കോവിഡ് പ്രതിസന്ധിക്ക് ആശ്വാസമായി 5650 കോടിയുടെ അനുബന്ധ പാക്കേജ് നിയമസഭയിൽ പ്രഖ്യാപിച്ച സർക്കാർ വാടകയ്ക്ക് നൽകിയ മുറികളുടെ വാടകയും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുടെ കെട്ടിട നികുതിയും വൈദ്യുതി ഫിക്സഡ് ചാർജും ഡിസംബർ 31 വരെ ഒഴിവാക്കിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത വായ്പയുടെ പലിശയുടെ 4% 6 മാസത്തേക്ക് സർക്കാർ വഹിക്കും. കടകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ വാണിജ്യ വ്യാപാര മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനാണ് 5650 കോടി രൂപയുടെ അനുബന്ധ സാമ്പത്തിക പാക്കേജ് ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ പ്രഖ്യാപിച്ചത്. KSFE എല്ലാ വായ്പകളുടെയും പിഴപ്പലിശ സെപ്റ്റംബർ 30 വരെ ഒഴിവാക്കി. ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന 2 ലക്ഷത്തിൽ താഴെയുള്ള വായ്പകളുടെ പലിശകളുടെ 4% വരെ സംസ്ഥാന സർക്കാർ 6 മാസത്തേക്ക് വഹിക്കും. 1 ലക്ഷം പേർക്ക് പ്രയോജനമുണ്ടാവുന്ന പദ്ധതിയാണിത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും വായ്പ എടുത്തവർക്ക് അടുത്ത ജൂലൈ വരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഈ വർഷം മാർച്ച് 31 വരെ തിരിച്ചടവ് കൃത്യമായി നടത്തിയവർക്കാണ് മൊറട്ടോറിയം ലഭിക്കുക. സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള വാടക കെട്ടിടങ്ങളുടെ വാടക ജൂലൈ മുതൽ ഡിസംബർ 31 വരെ ഒഴിവാക്കി. ചെറുകിട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് കെട്ടിട നികുതി ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലേക്ക് ഒഴിവാക്കി. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ട്രിസിറ്റി ചാർജും സർക്കാർ വാടകയും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ പലരും പറഞ്ഞൊരു കാര്യം, അവർക്ക് കട ഇത്രയും നാൾ അടച്ചു കിടന്നതുകൊണ്ട് ഇതൊന്നും ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനായിട്ടുള്ള വളരെ മിനിമം പലിശയിൽ ഈ കാര്യം കൊടുക്കുക എന്ന നിലയിലാണ് ഒരു കാര്യം. അപ്പോൾ അതിനകത്തൊരു 2000 കോടി രൂപയുടെയെങ്കിലും ഈ കടം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അത് കേവലമായി പറയുന്നതല്ല, ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ബാങ്കുകാരുമായി നടത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കും മറ്റ് സഹകരണ ബാങ്കുകളും നമ്മുടെ നാട്ടിലെ മറ്റ് ഷെഡ്യൂൾഡ് നാഷണലൈസ്ഡ് ബാങ്കുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
ജനുവരി 20 മുതൽ KSFEയുടെ എല്ലാ ലോണുകളുടെയും പിഴപ്പലിശ സെപ്റ്റംബർ 30 വരെ ഒഴിവാക്കും. ചെറുകിട വ്യവസായങ്ങൾ, ആരോഗ്യപരിപാലനം, ടൂറിസം എന്നിവയ്ക്കുള്ള പലിശ KFC 9.5 നിന്നും 8% കുറച്ചു. ഉയർന്ന പലിശ 12% നിന്നും 10.5 കുറച്ചു. നയം മാറ്റത്തെ തുടർന്ന് അധികമായി ഈടാക്കിയ പലിശ ഇടപാടുകാർക്ക് തിരിച്ചു നൽകും. കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങൾക്ക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൻ്റെ 90% വരെ വായ്പയായി നൽകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. നിയമസഭയിൽ ചോദ്യോത്തരവേള അലങ്കോലപ്പെടുത്തി പ്രതിപക്ഷം. നിയമസഭാ കേസിനെ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷം ചോദ്യോത്തരവേള അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന കീഴ്വഴക്കമില്ല എന്ന് സ്പീക്കർക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വന്നു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സർ, ഞാൻ പറഞ്ഞത് മുഴുവൻ ഈ നിയമസഭയിലെ പ്രശ്നം നിയമസഭയുടെ ഭാഗമായി തീർപ്പാക്കാൻ തയ്യാറാകാതെ പോലീസിനെ ഏൽപ്പിച്ച UDF സർക്കാരിൻ്റെ നിലപാടുകളും നടപടികളും തെറ്റാണെന്നുള്ളതാണ്. സർ, അവിടെ ഭാഗമായി നിയമ നടപടി നേരിടും. ആവശ്യമായ രീതിയിൽ ആ കേസിനെ കോടതിയിൽ വെച്ച് നിയമപരമായി നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതുകൊണ്ട് രാജിവെക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് മറ്റ് വിശദാംശങ്ങൾ നൽകും. നിർബൻ, ഇന്ന് സഭയിൽ എന്താണ് സംഭവിച്ചത്? അരുണ്, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ആവശ്യപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ രാജി ഇന്നും സഭയിൽ ആവശ്യപ്പെട്ടു എന്നതാണ്. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിലൂടെ ഉന്നയിച്ച വിഷയം തന്നെ ഇന്ന് ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിപക്ഷം ഇത് ഉന്നയിച്ചുകൊണ്ട് സഭയിൽ ബഹളം വെച്ചു. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ സ്പീക്കർക്ക് പലതവണ ചോദ്യോത്തര വേള സാധാരണ തടസ്സപ്പെടുത്തുന്ന കീഴ്വഴക്കം സഭയ്ക്ക് ഉണ്ടാകാറില്ല. അത്തരം കീഴ്വഴക്കങ്ങളിലേക്ക് പോകരുത് എന്ന കാര്യം സ്പീക്കർ അറിയിച്ചിട്ടും പ്രതിപക്ഷം വഴങ്ങിയില്ല. തുടർന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇതേ വിഷയം ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇതിനാണ് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകിയത്. മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉയർത്തിക്കാട്ടിയത് ഈ VD സതീശനും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഈ കോടതി വിധിക്കെതിരെ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള ഈ വിഷയത്തെ വക്രീകരിക്കുന്ന സമീപനം ഉണ്ടായി. അത് മുഖ്യമന്ത്രി സഭയിൽ ചൂണ്ടിക്കാട്ടി. കോടതി വിധിക്കെതിരല്ല, കോടതി എടുത്തത് ഈ സർക്കാരിന്റെ അപ്പീൽ പരിഗണിക്കണമോ എന്നതാണ്. അത് തള്ളിയിരിക്കുന്നു. കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട മെരിറ്റിലേക്ക് കടന്നിട്ടില്ല. വ്യക്തിപരമായി ആർക്കെതിരെയും പരാമർശം നടത്തിയിട്ടില്ല, നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി രാജിവെക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന നിലപാട്, കഴിഞ്ഞ ദിവസത്തെ നിലപാട് അസന്നിഗ്ധമായി സഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്നും മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഇക്കാര്യത്തിലുള്ള മറുപടിയും സ്പീക്കറുടെ റൂളിംഗും വകവെക്കാതെ ബഹളം തുടർന്ന പ്രതിപക്ഷം അവസാനം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അരുൺ. VS നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും പഠനം മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്ന് പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ. SC/ST വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന ഉപകരണം നൽകുന്നത് ഈ മാസം പൂർത്തിയാക്കും. SC/ST OBC കുട്ടികൾക്ക് പഠനത്തിന് കൂടുതൽ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത എല്ലാ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ചും മലമ്പ്രദേശങ്ങളടക്കം എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അവിടെ ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള മറ്റ് നിരവധി പഠന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ കുട്ടികളെയും പഠിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡിജിറ്റൽ പഠനം ഒരു കാരണവശാലും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയും. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള A വിജയരാഘവൻ. സഹകരണത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം രാജ്യത്തെ സഹകരണ ബാങ്കുകളിലെയും സൊസൈറ്റികളിലെയും വലിയ നിക്ഷേപത്തിൽ കണ്ണുവച്ചാണ്. സഹകരണ മേഖലയെ വരുതിയിലാക്കാനുള്ള കേന്ദ്ര ശ്രമത്തെ സഹായിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും മുഖ്യധാരാ മാധ്യമങ്ങളും നീങ്ങുന്നത്. കരുവന്നൂർ ബാങ്ക് വിഷയം പർവ്വതീകരിച്ചും പൊതുവൽക്കരിച്ചും സഹകരണ പ്രസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമത്തെ ജനങ്ങളുടെ പിന്തുണയോടെ പരാജയപ്പെടുത്തുമെന്നും ദേശാഭിമാനി ലേഖനത്തിൽ A വിജയരാഘവൻ വ്യക്തമാക്കി. സഭയെ ഇളക്കിമറിച്ച് പെഗാസസ്.
പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയം സുപ്രീംകോടതി അടുത്തയാഴ്ച പരിഗണിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകരായ എൻ റാം, ശശികുമാർ എന്നിവർ സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് വിഷയം അടുത്തയാഴ്ച കേൾക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ ഉറപ്പു നൽകിയത്. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസും ഫോൺ ചോർത്തലിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. പെഗാസസ് ഫോൺ ചോർത്തൽ, കർഷക സമരം എന്നിവയിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാണ്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എംപിമാരായ എളമരം കരീം, വി ശിവദാസൻ തുടങ്ങിയ എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഫോൺ ചോർത്തൽ വിഷയം ചർച്ച ചെയ്യാതെ സഭാ നടപടികളുമായി സഹകരിക്കേണ്ട എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലവിലെ തീരുമാനം. വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് മറ്റു വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, തുടർച്ചയായി പ്രതിപക്ഷം വലിയ വിഷയമായത് സഭയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനയോ മറുപടിയോ ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇന്ന് പാർലമെന്റിൽ സഭയിൽ സംഭവിച്ചത് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അരുൺ, തുടർച്ചയായിട്ടുള്ള 9ാമത്തെ ദിവസമാണ് പെഗാസസ് ഫോൺ ചോർത്തലിലും കർഷക പ്രക്ഷോഭത്തിലും പാർലമെന്റ് തടസ്സപ്പെടുന്നത്. ഇന്ന് ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അരങ്ങേറുകയുണ്ടായി. അതേസമയം ഇന്ന് ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഒരു വിമർശനം പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചത്, നിലവിലത്തെ സാഹചര്യത്തിൽ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്, പക്ഷേ പ്രതിപക്ഷമാണ് ചർച്ചയ്ക്ക് അനുവദിക്കാതെ ഇത്തരത്തിൽ എല്ലാ ദിവസവും സഭ തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നൊരു വിമർശനം തന്നെ പ്രഹ്ലാദ് ജോഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രഹ്ലാദ് ജോഷി കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനോടകം തന്നെ IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇരു സഭകളിലും, അതായത് രാജ്യസഭയിലും ലോക്സഭയിലും പെഗാസസ് ഫോൺ ചോർത്തൽ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു പ്രസ്താവന നൽകിയതാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു തരത്തിലുള്ള വിശദീകരണത്തിന്റെയും ആവശ്യമില്ല എന്നൊരു പ്രസ്താവന കൂടി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ലോക്സഭയിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അരങ്ങേറുകയും ലോക്സഭ ഇന്നത്തേക്ക് തിരികുകയും ചെയ്തത്. ഇനി അടുത്ത തിങ്കളാഴ്ച, അതായത് 2-ാം തീയതി മാത്രമായിരിക്കും ലോക്സഭ ഉണ്ടാവുക. അതേസമയം രാജ്യസഭയിലും സമാനമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് അരങ്ങേറിയത്. ഇപ്പോൾ രാജ്യസഭ 2:30 വരെയാണ് രാജ്യസഭ നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇന്ന് രാവിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്, പെഗാസസ് ഫോൺ ചോർത്തൽ ഒരു ചർച്ച അനുവദിക്കുന്നതുവരെ സഭാ നടപടികളുമായി സഹകരിക്കേണ്ട എന്നൊരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കൃത്യമായിട്ടുള്ള മറുപടി പറയണം, അതുവരെ ഇത്തരത്തിൽ പ്രതിഷേധം തുടരാനായിട്ടൊരു തീരുമാനവും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കൈക്കൊണ്ടിട്ടുണ്ട്. അരുൺ, ഇതിൽ ഒന്ന്, സഭയ്ക്ക് പുറത്തൊരു സമവായത്തിന്റെ ചർച്ചയെക്കുറിച്ച് കേന്ദ്രം ആലോചിച്ചിരുന്നു, പക്ഷേ പ്രതിപക്ഷം ആ മേഖലയിലേക്ക് അടുത്തത് തന്നെയില്ല. ഒന്നത്, ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹർജി കേൾക്കുകയാണ് അടുത്ത ആഴ്ച സുപ്രീം കോടതി. ഇതിന്റെ വിശദാംശങ്ങൾ കൂടി എന്താണ്? തീർച്ചയായിട്ടും വരുൺ, കഴിഞ്ഞ ദിവസമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഒരു അനുനയ നീക്കമുണ്ടായത്. അത് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള പ്രഹ്ലാദ് ജോഷി, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിപക്ഷ നേതാക്കളുമായിട്ട് ഒരു ചർച്ച നടത്തിയത്. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയത്, ആദ്യം പെഗാസസ് ഫോൺ ചോർത്തൽ നിങ്ങൾ ചർച്ച ചെയ്യൂ, അതിനുശേഷം സഭാ നടപടികളുമായി സഹകരിക്കാമെന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകരായിട്ടുള്ള എൻ റാം, ശശികുമാർ എന്നിവരുടെ ഹർജി ഇന്ന് ചീഫ് ജസ്റ്റിസ് NV രമണയുടെ ബെഞ്ചിൽ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഉന്നയിച്ചത്. അപ്പോൾ ഇന്ന് ഹർജി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് അടുത്തയാഴ്ച ഹർജി പരിഗണിക്കാമെന്നാണ്. ഈ അടുത്ത ആഴ്ച ഹർജി പരിഗണിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത്, അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഹർജി പരിഗണിക്കണമെന്ന ഒരാവശ്യം കൂടി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യം കൂടി പരിഗണിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ 3 ഹർജികളാണ് നിലനിൽക്കുന്നത്. ആദ്യത്തെ ഹർജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചൂണ്ടിക്കാട്ടിയ മുതിർന്ന മാധ്യമപ്രവർത്തകരായിട്ടുള്ള ശശികുമാറും എൻ റാമും നൽകിയിട്ടുള്ള ഹർജി. ഇതിനു പുറമെ അഭിഭാഷകനായിട്ടുള്ള ML ശർമ്മ നൽകിയ ഹർജിയും രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് നൽകിയിട്ടുള്ള ഹർജിയും സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. അപ്പോൾ അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പെഗാസസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോൾ ഈ 3 ഹർജികളും ഒരുമിച്ചായിരിക്കും പരിഗണിക്കുക. അരുൺ,
വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന് സർക്കാരുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്രായേലി കമ്പനി NSO. ഫോൺ ചോർത്തലിൽ പ്രതിക്കൂട്ടിലായതിന് പിന്നാലെയാണ് ഈ തീരുമാനം. താൽക്കാലികമായാണ് വിലക്കെന്നാണ് റിപ്പോർട്ട്. വിഷ്ണു പ്രസാദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഈ വിവിധ രാജ്യങ്ങൾ ഇത് ദുരുപയോഗം ചെയ്യുന്നു, ചോർത്തുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇസ്രായേലി സെക്യൂരിറ്റി വിങ് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിൽ ആ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തൽ? അരുൺ, കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ വിവിധ സംഘടനകൾ, മൊസാദ് അടക്കമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ ഈ പെഗാസസിന്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് NSO ആസ്ഥാനത്ത്, ടെലവീവിന് സമീപമുള്ള NSO ആസ്ഥാനത്ത് റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിനെ തുടർന്ന് അവിടുത്തെ രേഖകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ NSO എന്ന കമ്പനി പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ നിന്ന് സർക്കാരുകളെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ NSO അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നിലവിൽ 40-ലധികം രാജ്യങ്ങൾ തങ്ങളുടെ ക്ലയന്റുകളായി ഉണ്ട് എന്ന് പെഗാസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് NSO വെളിപ്പെടുത്തിയിരുന്നു. ഈ 40-ലധികം രാജ്യങ്ങൾക്കും അവരുടെ ഏജൻസികൾക്കും ഇത്തരത്തിൽ പെഗാസസ് ഉപയോഗിക്കാൻ നൽകിയ അനുവാദമാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ പല രാഷ്ട്രങ്ങളിലും ഈ പെഗാസോ വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിൽ അന്വേഷണം നടക്കുന്നുണ്ട്, ഇസ്രായേലിൽ ആഭ്യന്തര തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്, മൊറോക്കോയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് പെഗാസസ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ NSO സർക്കാരുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിഷ്ണു, ഇതിപ്പോ ഈ 40 രാജ്യങ്ങളിൽ 60 ഉപഭോക്താക്കൾ തങ്ങൾക്കുണ്ട്, 40 രാജ്യങ്ങളിലായി 60ഓളം ഉപഭോക്താക്കൾ തങ്ങൾക്കുണ്ട് എന്നാണ് NSO തന്നെ നേരത്തെ പറഞ്ഞിരുന്നത്. സൈനിക വിങ് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ. അപ്പോൾ എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണോ? ഇവരെ എല്ലാ ഈ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണോ? അരുൺ, തീർച്ചയായും. അതായത് 40-ലധികം ക്ലയന്റ്സ് തങ്ങൾക്കുണ്ട് എന്ന അവകാശവാദമാണ് NSO ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ 40 രാജ്യങ്ങൾക്കും ഇത് ഒരുപോലെ ബാധകം തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഫോൺ ചോർത്തൽ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയുടെ സൽപ്പേരിന് ഏറെ കളങ്കം വന്നിട്ടുണ്ടായിരുന്നു. വ്യക്തികളുടെയും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം ഫോണുകൾ ചോർത്തിയതായി ഇതിനോടകം തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പെഗാസസ് പ്രൊജക്ട് എന്ന പേരിൽ 17 മാധ്യമങ്ങൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. 50,000 ഫോൺ നമ്പറുകൾ ഇത്തരത്തിൽ ചോർത്തിയതായി കണ്ടെത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കമ്പനിക്ക് നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള നൽകിയിട്ടുള്ള പെഗാസസ് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പെഗാസസ് പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ തന്നെ പ്രതിക്കൂട്ടിലാണ്. അരുൺ, UDF ഭരിക്കുന്ന വളപട്ടണം സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി മുഹമ്മദ് ജസീലിന് 10 വർഷം തടവ്. ബാങ്ക് മാനേജറായിരുന്നു ഒന്നാം പ്രതിയായ ജസീൽ. 8.5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തലശ്ശേരി വിജിലൻസ് കോടതിയുടേതാണ് ഈ വിധി. 2013-14 കാലയളവിലായിരുന്നു കോടികളുടെ തട്ടിപ്പ് നടന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട 12 കേസുകളിൽ ഒന്നിൽ മാത്രമാണ് കോടതി വിധി പറഞ്ഞത്. സന്തോഷ് മറ്റു വിശദാംശങ്ങൾ നൽകും. സന്തോഷ്, ഈ കേസിനാസ്പദമായ സംഭവം എന്താണ്? മറ്റ് സംഭവ വികാസങ്ങൾ എങ്ങനെയാണ്? അരുൺ, 2013-2014 കാലയളവിലാണ് UDF ഭരിക്കുന്ന വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിൽ സമാനതകളില്ലാത്ത തട്ടിപ്പ് നടന്നത്. വ്യാജ രേഖകൾ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ ഈ ബാങ്ക് മന്ന ശാഖ മാനേജറായിരുന്ന മുഹമ്മദ് ജസീലിന്റെ നേതൃത്വത്തിൽ തട്ടിയെടുക്കുകയായിരുന്നു. ഈ വ്യാജ സ്വർണം പണയം വെച്ചും അതോടൊപ്പം തന്നെ സ്ഥലത്തിന്റെ വ്യാജരേഖകൾ സൃഷ്ടിച്ചുമെല്ലാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയത്. ഈ കേസിൽ വളപട്ടണം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 12 കുറ്റപത്രങ്ങളുണ്ട്. അതിൽ 10 കുറ്റപത്രങ്ങൾ ഇതുവരെ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ആദ്യ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ തലശ്ശേരി വിജിലൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഒന്നാം പ്രതിയായ മുഹമ്മദ് ജസീലിന് 10 വർഷം തടവും 8.5 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ 4 ലക്ഷം രൂപ ബാങ്കിൽ അടക്കണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കേസിൽ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് പ്രധാന പ്രതികളായിട്ടുള്ളത്. മറ്റ് കുറ്റപത്രങ്ങളിൽ ഇനി വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരി, സന്തോഷാണ് ഈ വിവരങ്ങൾ നൽകിയത്. കൊടകര BJP കുഴൽപ്പണ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതിയാകുന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം നിയമോപദേശം തേടും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് സുരേന്ദ്രൻ പ്രതിയാകാൻ സാധ്യത. ധർമ്മരാജന്റെ മൊഴി സുരേന്ദ്രന് വിനയാകും.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 3 തവണ കോന്നിയിൽ എത്തിയിരുന്നുവെന്നും BJP പഞ്ചായത്ത് അംഗങ്ങൾക്ക് 10,000 രൂപ മുതൽ 30,000 രൂപ വരെ പണം നൽകിയെന്നും ധർമ്മരാജൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഈ മൊഴി സുരേന്ദ്രന് വിനയാകാനാണ് സാധ്യത. കൂടുതൽ കുഴൽപ്പണം തെരഞ്ഞെടുപ്പിനായി കേരളത്തിൽ എത്തിച്ചെന്ന മൊഴിയും സുരേന്ദ്രനെതിരാണ്. നിലവിൽ കേസിന്റെ വിശദ റിപ്പോർട്ട് EDക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. അതിനുശേഷമാകും വിഷയത്തിൽ നിയമോപദേശം തേടുക. IPC 171 വിവിധ വകുപ്പുകൾ സുരേന്ദ്രനെതിരെ നിലനിൽക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. കേസിൽ നിലവിൽ സാക്ഷികളായ 19 BJP നേതാക്കളും പ്രതികളാകുന്നത് സംബന്ധിച്ചും നിയമോപദേശം തേടും. അതേസമയം കേസിൽ അന്വേഷണ സംഘം ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം കോടതി സ്വീകരിച്ചു. ഗോകുൽ VS, കൈരളി ന്യൂസ്, തൃശൂർ. ആറന്മുളയിൽ 13-കാരി പീഡനത്തിന് ഇരയായി. അമ്മയുൾപ്പെടെ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വിവരങ്ങൾ ശ്യാം നൽകും. ശ്യാം, എന്താണ് ഉണ്ടായത്? അരുൺ, കഴിഞ്ഞ ജൂലൈ 28, അതായത് ബുധനാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടാനച്ഛന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ കാണാതായെന്ന് രണ്ടാനച്ഛൻ ആറന്മുള പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്നതിനിടെ പെൺകുട്ടി 29 രാവിലെ ഓടുകൂടി വീട്ടിൽ മടങ്ങിയെത്തുകയും ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് അംഗം പോലീസിൽ പെൺകുട്ടി മടങ്ങിയെത്തിയ കാര്യം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും പെൺകുട്ടിയെ വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് പെൺകുട്ടി പീഡനത്തിനിരയായെന്നുള്ള വിവരം വ്യക്തമായത്. ഇതിനെ തുടർന്ന് പെൺകുട്ടിയെ മറ്റൊരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ നിന്ന് വീട്ടിൽ നിരന്തരം വന്നിരുന്ന അമ്മയുടെ സുഹൃത്തായ യുവാവുമായി ഇത്തരത്തിൽ അടുപ്പമുണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഇയാളുടെ ബൈക്കിൽ കയറി പെൺകുട്ടി മറ്റിടങ്ങളിൽ ചുറ്റിക്കറങ്ങിയതായും പെൺകുട്ടി പറഞ്ഞു. ഇതിനിടെയാണ് പീഡനത്തിന് താൻ ഇരയായതെന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിൽ വിശദമായ മൊഴിയാണ് ഇനി അമ്മയുടെ രേഖപ്പെടുത്തേണ്ടത്. എന്നാൽ അമ്മ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഒരു യുവതിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇവരുടെ പങ്കുകൂടി തെളിയുന്ന പക്ഷം അമ്മയെ കൂടി കേസിൽ പ്രതിചേർക്കാനാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. അരുൺ. ശരി, ശ്യാമപ്രസാദ് പത്തനംതിട്ടയിൽ നിന്ന്. മലയാളത്തിന്റെ പ്രിയ ഗാന രചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ 72ാം പിറന്നാളാണ് ഇന്ന്. കോവിഡ് പശ്ചാത്തലത്തിൽ യാതൊരു ആഘോഷ പരിപാടികളും ഇല്ലാതെയാണ് ഇത്തവണത്തെ പിറന്നാൾ ദിനമെന്ന് കൈതപ്രം കൈരളി ന്യൂസിനോട് പറഞ്ഞു. കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ള പിറന്നാളാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം ഏതാണെങ്കിലും ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും പ്രവർത്തിക്കണമെന്നുള്ളതാണ് തനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്നും അദ്ദേഹം അറിയിച്ചു. ഞാൻ പിറന്നാൾ പൊതുവെ ആഘോഷമാക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ്. ആഘോഷമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോ കോവിഡില് ഈ വേദന അനുഭവിക്കുന്ന ആൾക്കാരുടെ കൂടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന പിറന്നാളാണ് എന്റേത്. ഒരുപാട് ആൾക്കാർ അതിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. അവരുടെയൊക്കെ സങ്കടത്തിൽ പങ്കുചേരുകയാണ് എന്റെ പിറന്നാളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏതായാലും ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയം എന്തോ ആവട്ടെ, പക്ഷെ ജാതിയും മതവും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അതാണ് നമ്മളെ ഈ ഭാരതീയ സംസ്കൃതിയെ തന്നെ ഉപദ്രവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എല്ലാവരും ഇത്തരം വിഭാഗീയതകളിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിതം നയിക്കുക, അതാണ് എന്റെ ആഗ്രഹം. കൈരളിയുടെ ഈ നല്ല വാക്കിന്, ഈ അവസരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ പ്രേക്ഷകരോടും എന്റെ സ്നേഹം അറിയിക്കുന്നു. CBSE 12ാം ക്ലാസ് ഫലം ഇന്നറിയാം. ഉച്ചയ്ക്ക് 2 മണിക്ക് ഫലം പ്രസിദ്ധീകരിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റായ CBSE result.dig.in വഴിയും വിവിധ ആപ്പുകൾ വഴിയും വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. സാധാരണഗതിയിൽ CBSE ഫലം ഓൺലൈനിൽ പ്രഖ്യാപിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡിൽ നൽകിയിരിക്കുന്ന റോൾ നമ്പർ ഉപയോഗിച്ച് ഫലം പരിശോധിക്കാമായിരുന്നു. അഡ്മിറ്റ് കാർഡുകൾ നേരത്തെ തന്നെ സ്കൂളുകൾ വഴി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും. എന്നാൽ ഈ വർഷം CBSE പരീക്ഷ റദ്ദാക്കിയതിനാൽ വിദ്യാർത്ഥികൾക്ക് കാർഡുകൾ ലഭ്യമായിരുന്നില്ല. ഫലം വെബ്സൈറ്റിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ മാർക്ക് ഷീറ്റുകൾ ഡിജി ലോക്കറിൽ ലഭ്യമാകും. ഫസ്റ്റ് ബെൽ ക്ലാസ്സിൽ നാളെ മുതൽ +2 ക്ലാസ്സുകൾക്ക് പകരം +1 റിവിഷൻ ക്ലാസ്സുകളാണ്. ഓഗസ്റ്റ് 2ാം വാരത്തോടെ മുഴുവൻ റിവിഷൻ ക്ലാസ്സുകളും പൂർത്തിയാകും. +1 പരീക്ഷയ്ക്ക് ശേഷമേ +2 ക്ലാസ്സുകൾ ആരംഭിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്ലാസ്സുകളും നാളെ മുതൽ തുടങ്ങും. പൊതുപരീക്ഷയുടെ പശ്ചാത്തലത്തിലാണ് കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ നടന്നുവരുന്ന ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകളിൽ +2 ക്ലാസുകൾക്ക് പകരം +1 റിവിഷൻ ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഓഗസ്റ്റ് 2ാം വാരത്തോടെ മുഴുവൻ റിവിഷൻ ക്ലാസുകളും പൂർത്തിയാക്കും. +1 പരീക്ഷയ്ക്ക് ശേഷം മാത്രമാകും +2 ക്ലാസുകൾ ഇനി കൈറ്റ് വിക്ടേഴ്സിൽ ആരംഭിക്കുക. നിലവിൽ മലയാളത്തിലാണ് ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത്.
നാളെ മുതൽ പൂർണ്ണമായും ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്ലാസുകളുടെ സംരക്ഷണവും ആരംഭിക്കും. കൈറ്റ് സിഇഒ അൻവർ സാദത്ത്. യഥാർത്ഥത്തിൽ പൊതു ക്ലാസുകളുടെ അതേപോലുള്ള ഒരു ട്രാൻസ്ലേഷനല്ല, മറിച്ച് ആ ക്ലാസുകൾ, പൊതു ക്ലാസുകൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കൂടെ പ്രയോജനപ്രദമാകുന്ന വിധത്തിലാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേക ഭാഗം പൊതു ക്ലാസുകൾ കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രമായി, ഇംഗ്ലീഷ് മീഡിയം മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതേ രൂപത്തിൽ തന്നെയാണ് 1 മണിക്കൂറിൽ താഴെ കുട്ടികൾക്ക് ആസ്വദിച്ച് ഒരു റേഡിയോ പ്രോഗ്രാം പോലെ കേൾക്കാൻ കഴിയുന്ന ഓഡിയോ ബുക്കുകളാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന +1 കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകളുടെ തുടക്കം എന്ന നിലയിൽ നാളെ 1 മുതൽ 7 വരെ ക്ലാസുകളിലേക്കുള്ള 15 ക്ലാസുകളാണ് സംപ്രേഷണം ആരംഭിക്കുന്നത്. ഫോക്കസ് ഏരിയ അധിഷ്ഠിതമാക്കിയുള്ള റിവിഷൻ ക്ലാസുകളുടെ സംപ്രേഷണം ഓരോ വിഷയവും അരമണിക്കൂർ ദൈർഘ്യമുള്ള ശരാശരി 3 ക്ലാസുകളായാണ് നടത്തുക. റിവിഷൻ ക്ലാസുകൾക്കൊപ്പം ഓഡിയോ ബുക്കുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പൊതുപരീക്ഷയ്ക്ക് മുൻപായി ലൈവ് ഫോൺ-ഇൻ ക്ലാസുകൾ നടത്താൻ കൂടിയാണ് തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരനായ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ ഡാനിഷ് സിദ്ദിഖിയുടെ മരണം അഫ്ഗാൻ സേനയും താലിബാനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് പുതിയ വെളിപ്പെടുത്തൽ. പുലിസ്റ്റർ പുരസ്കാര ജേതാവായ ഡാനിഷ് മാധ്യമപ്രവർത്തകനാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം താലിബാൻ തീവ്രവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് അമേരിക്കൻ മാഗസിനായ വാഷിംഗ്ടൺ എക്സാമിനർ വെളിപ്പെടുത്തുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ ഡാനിഷ് അടുത്തുള്ള മുസ്ലിം പള്ളിയിലേക്ക് മാറുകയും പള്ളിയിൽ ഒരു മാധ്യമപ്രവർത്തകനുണ്ട് എന്ന് മനസ്സിലാക്കിയ താലിബാൻ പള്ളി ആക്രമിക്കുകയും ഡാനിഷിനെ ജീവനോടെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് രേഖകൾ പരിശോധിച്ച ശേഷം ഡാനിഷിനെയും കൂടെയുള്ളവരെയും കൊല്ലുകയായിരുന്നു എന്നാണ് വാഷിംഗ്ടൺ എക്സാമിനർ വിവരിക്കുന്നത്. മൃതശരീരം താലിബാൻ വികൃതമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോവിഡ് വാർത്തകൾ. രാജ്യത്തെ കോവിഡ് കേസുകളിൽ നേരിയ വർധനവ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്നലെ 44,230 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 555 പേർക്ക് ജീവൻ നഷ്ടമായി. 42,360 പേർ രോഗമുക്തി നേടി. 4,05,015 പേർ നിലവിൽ രാജ്യത്ത് ചികിത്സയിൽ തുടരുന്നു. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 97.38%. നിലവിൽ രാജ്യത്തെ പ്രതിദിന കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 2.44%. ഇതുവരെ 45.6 കോടി വാക്സിൻ വിതരണം ചെയ്തുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചു. 25 ജില്ലകളിൽ മാളുകളും തിയേറ്ററുകളും ഉൾപ്പെടെ പ്രവർത്തനം പുനരാരംഭിക്കാം എന്ന് ആരോഗ്യമന്ത്രി രാജേഷ് ടോപ്പെ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്പെഷ്യൽ ഓണക്കിറ്റ് വിതരണം നാളെ മുതൽ. സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നാളെ രാവിലെ ഭക്ഷ്യമന്ത്രി നിർവഹിക്കും. 16 ഇന സാധനങ്ങളാണ് ഈ കിറ്റിലുള്ളത്. ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്ന അവശ്യ സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് നാളെ മുതലാണ് ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങുക. സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞ് ജംഗ്ഷനിലെ റേഷൻ കടയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ നിർവഹിക്കും. 16 ഇനം സാധനങ്ങളാണ് കിറ്റിൽ ഉണ്ടാകുക. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം വെളിച്ചെണ്ണ, ചെറുപയർ, 250 ഗ്രാം തുവരപ്പരിപ്പ്, 100 ഗ്രാം വീതം തേയില, മുളകുപൊടി, മഞ്ഞൾ, 1 കിലോ ഉപ്പ്, സേമിയ, പാലട, ഉണക്കലരി എന്നിവയുടെ പാക്കറ്റ്, കശുവണ്ടി പരിപ്പ് 1 പാക്കറ്റ്, ഏലയ്ക്ക, നെയ്യ്, ശർക്കര വരട്ടി, ഉപ്പേരി, 1 കിലോ ആട്ട, ബാത്ത് സോപ്പ് എന്നിവ ഒരു തുണിസഞ്ചിയിലാക്കിയാണ് നൽകുന്നത്. മുൻ മാസങ്ങളിലേതുപോലെ തന്നെ AAY മുൻഗണനേതര സബ്സിഡി, മുൻഗണനേതര നോൺ സബ്സിഡി എന്ന ക്രമത്തിലായിരിക്കും ഓണക്കിറ്റിന്റെയും വിതരണം. ഓഗസ്റ്റ് 16-ന് കിറ്റ് വിതരണം പൂർത്തിയാക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ദിനംപ്രതി ഉയരുന്ന ഇന്ധനവിലയെ വകവയ്ക്കാതെ സ്വന്തമായി നിർമ്മിച്ച പുത്തൻ ബുള്ളറ്റിൽ ചെത്തി നടക്കുകയാണ് താനൂർ കാട്ടിലങ്ങാടി സ്വദേശി ലിജീഷ്. ഒറ്റനോട്ടത്തിൽ ബുള്ളറ്റാണ് എന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇതൊരു സൈക്കിളാണ്. ലിജീഷ് ബുൾസൈ എന്ന് പേരിട്ടിരിക്കുന്ന ബുള്ളറ്റ് സൈക്കിളിന്റെ വിശേഷങ്ങളാണ് ഇനി. ഒറ്റനോട്ടത്തിൽ കിടിലൻ ബുള്ളറ്റ്, പിൻവശത്തേക്കൊന്ന് കണ്ണോടിച്ചാൽ അസൽ സൈക്കിൾ. ഇതാണ് ലിജീഷ് ചെട്ടിയാരുടെ ബുൾസൈ എന്ന വാഹനം. ബുള്ളറ്റിന്റെയും സൈക്കിളിന്റെയും ഭാഗങ്ങൾ ഉപയോഗിച്ച് സ്വയം രൂപകൽപ്പന ചെയ്ത ബുൾസൈ എന്ന ബുള്ളറ്റ് സൈക്കിൾ
ഇന്ധനവിലയെ ഭയക്കാതെ യാത്ര ചെയ്യുന്നതോടൊപ്പം പ്രൗഢിയിലും ഒട്ടും കുറവില്ല. ലോക്ക്ഡൌൺ ഒഴിവുകാലത്തായിരുന്നു നിർമ്മാണം. 2 മാസത്തെ പ്രയത്നം കൊണ്ടാണ് ബുള്ളറ്റ് സൈക്കിൾ ലിജീഷ് പുറത്തിറക്കിയത്. ഇതെന്ന് പറഞ്ഞപ്പോൾ ലോക്ക്ഡൗണിൽ നമ്മൾ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ് വീട്ടിൽ. പിന്നെ കുട്ടികൾക്ക് ഒരു ബുള്ളറ്റ് എന്നുള്ളൊരു ആശയം പറഞ്ഞപ്പോൾ പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുള്ളറ്റ് നമുക്ക് പിന്നെ ഈ ചെറിയ പ്രായത്തിലൊന്നും ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ആശയങ്ങളൊക്കെ പങ്കുവെച്ചു. ഒരു അർഷാദ് ഉണ്ട് നമ്മളെ സുഹൃത്ത്, അപ്പോൾ പുള്ളിയുമായി പങ്കുവെച്ചു. പിന്നെ നമ്മളെ സുഹൃത്തുണ്ട് ഒരു നിഖില്, പിന്നെ ഒരു നിതിന്. അപ്പോൾ അവരെല്ലാവരും കൂടി സഹകരിച്ചു. അപ്പം നമുക്കങ്ങനെ ആശയം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ആശയത്തിൻ്റെ പുറത്ത് ആദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു ഇലക്ട്രിക് സൈക്കിളായിരുന്നു. പിന്നെ അത് മാറി മാറി ബുള്ളറ്റിലേക്ക് തന്നെ രൂപം പ്രാപിച്ച് മേടിച്ചതാണ്. ഈ ടയറും 2 ടയറുകൾ മാത്രമേ പുതിയതുള്ളൂ, ബാക്കിയൊക്കെ സ്ക്രാപ്പായിട്ടുള്ള മേടിച്ച സാധനങ്ങളാണ്. പല നിറങ്ങളും പരീക്ഷിച്ചെങ്കിലും ബ്ലാക്കും ചുവപ്പുമാണ് ക്ലിക്കായത്. 25,000 രൂപയ്ക്ക് താഴെ മാത്രം ചിലവ് വന്ന ബുള്ളറ്റ് സൈക്കിൾ കനം കുറഞ്ഞതിനാൽ തന്നെ കുട്ടികൾക്ക് പോലും കൊണ്ടു നടക്കാം. പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചെടുത്ത ബുൾസായ് നാട്ടുകാരും വീട്ടുകാരും ഏറ്റെടുത്തതോടെ പെട്രോൾ അടിക്കാതെ ചവിട്ടിയോടിക്കാൻ കഴിയുന്ന 4 ചക്ര വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ് വസ്ത്രവ്യാപാരി കൂടിയായ ലിജീഷ്. കൈരളി ന്യൂസ്, മലപ്പുറം. ഇരു കൈകൾ ഇല്ലെങ്കിലും മലപ്പുറം വള്ളിക്കുന്ന് ഒലിപ്രം കടവിലെ ദേവികയ്ക്ക് +2 പരീക്ഷയിൽ മുഴുവൻ A+ ആണ്. ജന്മനാ കൈകളില്ലാതിരുന്ന ദേവിക കാലുകൾ കൊണ്ടാണ് പരീക്ഷ എഴുതിയത്. വള്ളിക്കുന്ന് അത്താണിക്കൽ CBHSS സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ദേവിക SSLC പരീക്ഷയിലും ഫുൾ A+ നേടി ശ്രദ്ധേയായിരുന്നു. ഇരു കൈകളുമില്ലെങ്കിലും ദേവികയുടെ മനസ്സിനും കാലിനും കരുത്തിനൊരു കുറവുമില്ല. ജന്മനാ കൈകളില്ലാത്ത ദേവിക +2 പരീക്ഷയും കാലുകൾ കൊണ്ടെഴുതി ചരിത്ര വിജയം കുറിച്ചു. +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയാണ് നാടിന് ദേവിക ഒരിക്കൽ കൂടി അഭിമാനമായത്. പരീക്ഷാ ഹാളിലും സഹായികളില്ലാതെയാണ് ദേവിക പരീക്ഷ എഴുതിയത്. വള്ളിക്കുന്ന് അത്താണിക്കൽ CBHS സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ദേവികയുടെ ഓൺലൈൻ പഠനങ്ങളും കാലുകളുടെ സഹായത്തോടെയാണ്. +2 ശേഷം ഡിഗ്രി പഠനം പൂർത്തിയാക്കി സിവിൽ സർവീസ് നേടുകയാണ് ദേവികയുടെ ലക്ഷ്യം. വളരെയധികം സന്തോഷമുണ്ട്. SSLCക്ക് വാങ്ങിയ പോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിറവേറി. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇനി എങ്ങനെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ എത്തിച്ചേരണമെന്നൊക്കെയാണ് ആഗ്രഹം? ഇനി ഡിഗ്രി ചെയ്തിട്ട് സിവിൽ സർവീസ് ട്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിവിൽ സർവീസാണ് എയിം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡിഗ്രി ചെയ്യുക, അതിന് ശേഷം അത് എഴുതിയെടുക്കണം എന്നാണ് ആഗ്രഹം. SSLC പരീക്ഷയിലും ഈ മിടുക്കി ഫുൾ A+ നേടി ശ്രദ്ധ നേടിയിരുന്നു. കാലുകൊണ്ടെഴുതാൻ പഠിപ്പിച്ചത് പിതാവ് ചോയിമഠത്തിൽ പാതിരാട്ട് സജീവും മാതാവ് സുജിതയുമാണ്. ചിത്രകാരി കൂടിയായ ദേവിക കാൽ കൊണ്ട് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ നടന്നിരുന്നു. ഒലിപ്രം കടവ് സ്വദേശിയും തേഞ്ഞിപ്പലം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമാണ് പിതാവ് CP സജീവ്. സഹോദരൻ ഗൗതം തിരുത്തി AUP സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കൈരളി ന്യൂസ്, മലപ്പുറം. മനസ്സുണ്ടെങ്കിൽ ഇലകളും ക്യാൻവാസ് ആക്കാമെന്ന് കാണിച്ചു തരികയാണ് എറണാകുളം അങ്കമാലി സ്വദേശി നവീൻ. ലോക്ക്ഡൌൺ കാലത്തെ ബോറടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നേരം പോക്കായി തുടങ്ങിയ ലീഫ് ആർട്ട് എന്ന നവീന്റെ വരുമാനമാർഗമാണ്. പ്രശസ്ത സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരുടെ ചിത്രങ്ങളാണ് നവീൻ ഇലകളിൽ പകർത്തിയത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും നവീൻ ഇടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് നവീൻ ഇലകളെ ക്യാൻവാസുകളാക്കി തുടങ്ങിയത്. ലീഫ് ആർട്ടിനെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിലെ അറിവായിരുന്നു പ്രചോദനം. ഏകദേശം 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇലകളിൽ ഒരു ചിത്രം പിറക്കുന്നത്. ലീഫ് ആർട്ടിൽ പരീക്ഷണം നടത്തിയത് 2020 ആദ്യത്തെ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ ഈ ബോറടി മാറ്റാനായിട്ട് ജസ്റ്റ് ചെയ്തു തുടങ്ങിയതാണ്. അതും നമ്മുടെ ഇഷ്ടനടൻ മോഹൻലാലിൻ്റെ തന്നെ ലൂസിഫറിലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഓരോ ക്യാരക്ടേഴ്സ് പല സിനിമാ നടന്മാരുടെ
ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതൊക്കെയും നന്നായി വന്നു. അപ്പോൾ പിന്നെ ഇതിൽ നല്ലൊരു അവസരമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 100-150 ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടാനായിട്ട് ഇടയായി. മോഹൻലാലിൻ്റെ 41 പോർട്രേറ്റ് ലീഫിൽ 20 മണിക്കൂർ കൊണ്ട് ചെയ്തെന്നുള്ളൊരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ഇപ്പോൾ കിട്ടിയിരുന്നു. പ്ലാവില, ആഞ്ഞിലി, ആലില, തേക്കില എന്നിവയാണ് പ്രധാനമായും ലീഫ് ആർട്ടിന് ഉപയോഗിക്കുന്നത്. ഇലകൾ ഉണക്കിയെടുത്ത് ജെൽ പേന ഉപയോഗിച്ച് വരച്ച് സൂക്ഷ്മമായി വേണം ചിത്രങ്ങൾ തയ്യാറാക്കാൻ. ഇന്ന് നവീനിൻ്റെ വരുമാന മാർഗം കൂടിയാണ് ലീഫ് ആർട്ട്. ഇൻസ്റ്റാഗ്രാമിൽ വഴി പ്രദർശിപ്പിച്ചു തുടങ്ങി. അപ്പോൾ അത് കണ്ട് കുറേ ആൾക്കാർ ഓർഡർ തന്നു. അപ്പോൾ ഒരു ചെറിയ വരുമാന മാർഗ്ഗം ഇതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നി. അപ്പോൾ അത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മാരേജ് ഫംഗ്ഷൻ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് കൂടുതലും ഓർഡറുകൾ വരുന്നത്. നിലവിൽ CA വിദ്യാർത്ഥിയായ നവീൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ലഭിക്കുന്ന സമയമാണ് ലീഫ് ആർട്ടിനായി ചിലവഴിക്കുന്നത്. ശരത് നില്യാടി, കൈരളി ന്യൂസ്, കൊച്ചി. വയനാട്ടിലെ കരകൗശല ഗ്രാമമായ തൃക്കേപ്പറ്റ ഇന്ന് പ്രതിസന്ധിയിലാണ്. കോവിഡ് കാലം ഈ ഗ്രാമത്തിലെ മുള കൊണ്ടും ചൂരൽ കൊണ്ടുമുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 100ഓളം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പൈതൃക ഗ്രാമമെന്ന സ്ഥാപനവും അതിൽപ്പെടും. ഇവിടെയുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ വരുമാനം ലഭിക്കാത്ത സാഹചര്യത്തിലാണിപ്പോൾ. മുള കൊണ്ടും ചൂരലുകൊണ്ടുമുള്ള വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട് തൃക്കേപ്പറ്റ. കോവിഡ് കാലത്ത് ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നാൽ നടക്കുന്നില്ല. ആദിവാസികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ളവർക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകിയിരുന്ന ഈ തൊഴിൽ ഇന്ന് കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. സാംസ്കാരിക വകുപ്പിന് കീഴിൽ സ്വയം സഹായ സംഘമായി പ്രവർത്തിക്കുന്ന പൈതൃക ഗ്രാമം എന്ന സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ തമ്പി പറയുന്നു. ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ മറ്റുള്ളവരെ ബാധിച്ച പോലെ തന്നെ ഞങ്ങളെയും ബാധിച്ചു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളാകെ വളരെ മന്ദഗതിയിലായി. ഞങ്ങൾക്ക് ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ആസാമിൽ നിന്നും മണിപ്പൂരിൽ നിന്നൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഇറക്കിയിട്ടാണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. അങ്ങനെ വരുന്ന ഞങ്ങൾക്ക് ഒരു ദീർഘകാല ഇതിൽ ഞങ്ങൾക്ക് ഗ്യാരണ്ടിയോടുകൂടി ഞങ്ങളുടെ സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കും. പലഹാരപാത്രങ്ങൾ, ബാസ്ക്കറ്റ്, പഴങ്ങൾ നിറച്ചു വയ്ക്കുന്ന പാത്രങ്ങൾ, അലങ്കാര വീടുകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ചൂരൽ കൊണ്ടുണ്ടാക്കിയ കസേരകൾ, ഊഞ്ഞാലുകൾ, സോഫ സെറ്റുകൾ, ടേബിളുകൾ, കട്ടിൽ എന്നിവ കരവിരുതാൽ മനോഹരമാണ്. 17 സ്ത്രീകളും 3 പുരുഷന്മാരുമടക്കം 20 പേരാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. പശ്ചിമബംഗാൾ സ്വദേശിയും ചൂരൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ വിദഗ്ധനുമായ നരേഷ് റോയിയാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. ജീവനക്കാരിൽ എല്ലാവരും വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണ്. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിക്ക് ശേഷം വിപണി ഉണരുമെന്ന പ്രതീക്ഷയിൽ തൊഴിൽ തുടരുകയാണിവർ. കൈരളി ന്യൂസ്, വയനാട്. കൈരളി ടിവിയുടെ ഫിനിക്സ് അവാർഡ് ജേതാവായ കോഴിക്കോട് സ്വദേശി ആര്യ രാജീവിന് ഇത്തവണത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കുണ്ട്. സെറിബ്രൽ പാൾസി ബാധിച്ച് സ്വന്തമായി നടക്കാൻ പോലും ആകാത്ത ആര്യയുടെ മോഹച്ചിറകിൽ ഒരു തൂവൽ കൂടിയായിരിക്കുകയാണ് ഈ നേട്ടം. വെസ്റ്റിൽ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് വിദ്യാർത്ഥിയാണ് ആര്യ. അത്താണിക്കൽ സ്വദേശിയായ രാജീവിന്റെയും പുഷ്പജയുടെയും മകളായ ആര്യ രാജന് ജനിച്ച് 2ാം നാൾ വന്ന മഞ്ഞപ്പിത്തമാണ് ജീവിതം തന്നെ മാറ്റിയത്. തക്ക സമയത്ത് ചികിത്സ ലഭിക്കാതെ ബ്രെയിൻ സെല്ലുകളെ ബാധിച്ചതിനാൽ ശരീരം തളർന്നുപോയി. പഠനത്തിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ആര്യയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും പരസഹായം വേണം. വസ്ത്രം ധരിക്കാനും പ്രാഥമിക കാര്യങ്ങൾക്കും അമ്മയാണ് ആശ്രയം. അവശതകളെയും ശാരീരിക വൈകല്യങ്ങളെയും മറന്ന് ആര്യ രാജന് ഇനിയുമേറെ പഠിക്കണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ചിൽ പഠിച്ച് ശാസ്ത്രജ്ഞയാവണം. അതിന് കരുത്തുണ്ടെന്നതിൻ്റെ തെളിവാണ് സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് +2 പരീക്ഷയിൽ നേടിയ ഈ മിന്നു വിജയം. മുൻപ് കൈരളി TV നൽകിയതടക്കമുള്ള പുരസ്കാരങ്ങൾ തന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചതായി ആര്യ പങ്കുവയ്ക്കുന്നു. നമുക്ക് ഒരു മോട്ടിവേഷനാവും. കൈരളി ടിവിയുടെ ഫിനിക്സ് അവാർഡ് എനിക്ക് നല്ല തോതിൽ സഹായിച്ചിട്ടുണ്ട്. എന്നെ ഇവിടെ വരെ എത്തിക്കാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊന്നും എന്നെ സഹായിച്ച കുട്ടികളോടും എല്ലാവരോടും നന്ദി പറയും. പിന്നെ
ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ അച്ഛനോടും അമ്മനോടാണ്. എന്നെ കെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തതിന്. ശാസ്ത്രമോഹങ്ങൾ മാനം മുട്ടയുണ്ടെങ്കിലും തൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ ഉപരിപഠനത്തെ ബാധിക്കുമെന്ന തോന്നലുള്ളതുകൊണ്ട് ഈ വർഷം പഠനത്തിനു നീക്കിവെക്കാതെ ചികിത്സയ്ക്കു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മികച്ച ഫിസിയോതെറാപ്പി ലഭിച്ചാൽ ആര്യയുടെ ശാരീരികാവസ്ഥയിൽ മാറ്റം വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ അതിനു വലിയ സാമ്പത്തിക ചെലവ് വരുമെന്നതാണ് ഇവരെ അലട്ടുന്ന വിഷയം. ഹയർ സ്റ്റഡീസ് പോകുമ്പോൾ കുറച്ചും കൂടി സ്വയം പര്യാപ്തത, നമുക്ക് ഒരു ഇൻഡിപെൻഡൻസി വരാൻ വേണ്ടിയിട്ട് ഒരു നല്ല തെറാപ്പി കിട്ടണം. സാധാരണ തെറാപ്പി പോരാ. അപ്പോൾ മസിൽ പിടുത്തമൊന്നുമില്ല, മസിൽ കൂടുതൽ ടൈറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള തെറാപ്പിയാണ് വേണ്ടത്. അത് കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് അറിയില്ല. കേരളത്തിലില്ല, ഉള്ളതായിട്ട് അറിയില്ല. അക്കാദമിക് രംഗത്തെ നേട്ടങ്ങളെ മുൻനിർത്തി യൂണിസെഫിൻ്റെ ചൈൽഡ് അച്ചീവർ അവാർഡ് നേടിയിട്ടുണ്ട് ആര്യ. സെറിബ്രൽ പാൾസി ബാധിച്ചവരിൽ സംസ്ഥാനത്ത് ആദ്യമായി LSSഉം USSഉം നേടിയതും ആര്യയാണ്. പ്രതിസന്ധികളെ അവസരമാക്കണമെന്ന് തിരിച്ചറിവ് നൽകുന്ന ആര്യയുടെ ജീവിതം ഇനിയും പ്രചോദിപ്പിച്ച് മുന്നോട്ട് തന്നെ. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മുബഷിർ പി അക്ബർ, കൈരളി ന്യൂസ്, കോഴിക്കോട്. ഒറ്റ കൈകൊണ്ട് വർണ്ണങ്ങളുടെ വസന്തം ഒരുക്കുന്ന മനു എന്ന കലാകാരൻ്റെ കരവിരുതാണ് ഇനി. ക്യാൻവാസിൽ വരയ്ക്കാനാണ് ഏറെ ഇഷ്ടപ്പെടുന്നതെങ്കിലും ജീവിതം തള്ളി നീക്കാനായി ഈ കലാകാരൻ സ്കൂൾ ചുവരുകളിലാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ ഒരുക്കുന്നത്. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം മാത്രമാണ് ബ്രഷുകളിൽ ചായം പുരളുമ്പോഴും മനുവിൻ്റെ മനസ്സ് നിറയെ. കുഞ്ഞു മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങൾ ഗ്രാമഭംഗി മുതൽ ഓണക്കാഴ്ചയിലേക്ക് വരെ നീളുമ്പോൾ മനുവിന്റെ ചിത്രങ്ങൾ ആരെയും അതിശയിപ്പിക്കും. പത്തനംതിട്ടയിലെ മാതൃകാ പ്രീ സ്കൂളായ അറന്തക്കുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിന്റെ ഈ ചുവര് നിറയെ മനു തീർത്ത ചിത്രങ്ങളാണ്. കൈയിലേക്ക് നിറക്കൂട്ടുകൾ കയറിയാൽ ഒരേയൊരു കൈയായ ഇടംകൈ ഉപയോഗിച്ചാണ് വര മുഴുവനും. കുഞ്ഞുനാൾ മുതലേ പടം വരയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെ 10ാം ക്ലാസ് ഒക്കെ പഠിച്ചതിന് ശേഷം കൊട്ടാരക്കര രവിവർമ്മ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയി പടം വരയ്ക്ക് പഠിച്ചതിന് ശേഷമാണ് ഒരുവിധമായിട്ടും പടം പഠിക്കാൻ വരച്ചു തുടങ്ങിയത്. പത്തനാപുരം ചേകം സ്വദേശിയാണ് മനു. പിള്ളവാദം തളർന്ന ഇടങ്കാൽ, വലത് കൈയുടെ വളർച്ചയാകട്ടെ മുട്ടോളം മാത്രം. സ്കൂൾ പഠനകാലത്ത് കൂട്ടുകാർക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ സങ്കടം മറികടന്നതാകട്ടെ നോട്ട്ബുക്ക് നിറയെ ചിത്രങ്ങൾ ഒരുക്കിയാണ്. ക്യാൻവാസുകളിൽ വരയ്ക്കാനായിരുന്നു ഏറെ ഇഷ്ടം. പക്ഷേ അവസരങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ അവസരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ മതിൽ ചുവരുകളിലും ഭിത്തികളിലൊക്കെ വരയ്ക്കാനാണ് അവസരം കിട്ടിയത്. KB ഗണേഷ് കുമാർ MLA ആണ് ആദ്യമായി ഒരു സ്കൂളിൽ വരയ്ക്കാൻ അവസരമൊരുക്കി നൽകിയത്. അംഗനവാടിയുടെ ചുവരിൽ തീർത്ത ചിത്രങ്ങളാണ് അതിന് വഴിയൊരുക്കിയതും. സ്കൂൾ പഠനകാലത്ത് നോട്ട്ബുക്കുകളിലൊക്കെ വരയ്ക്കുമായിരുന്നു. സാറ് തന്നെയാണ് എനിക്കൊരവസരം തരുന്നത്. അവിടെയാണ് നല്ലൊരു അവസരം വരയ്ക്കാനായിട്ടൊരു അവസരം തരുന്നത് അവിടെയാണ്. വാടക വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളുമായി കഴിയുന്ന മനുവിന്റെ ജീവിതം പക്ഷേ ഈ ചുവരുകൾ പോലെ അത്ര നിറമുള്ളതല്ല. അടുത്ത സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വീണ്ടും സ്കൂളുകളിലേക്ക് വരയ്ക്കാൻ അവസരം കിട്ടണം. മറ്റുള്ളവർ 2 കൈ ഉള്ളവർ ജീവിക്കുന്ന പോലെ തന്നെ എനിക്കും ഒരു കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ച് അവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണമെന്നൊരാഗ്രഹം. ജീവിത പ്രതിസന്ധിയെ സർഗാത്മത കൊണ്ട് മറികടക്കുമ്പോഴും നാളെയെക്കുറിച്ചാണ് ഈ കലാകാരന് പ്രതീക്ഷ മുഴുവനും. എന്തായാലും ചുവരിലെ നിറക്കൂട്ടുകൾ പോലെ മനുവിന്റെ ജീവിതവും വർണ്ണങ്ങൾ തീർക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. കൈരളി ന്യൂസ്, പത്തനംതിട്ട. ബോളിവുഡ് ചിത്രങ്ങളെ വെല്ലുന്ന രംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം മുംബൈ സാക്ഷ്യം വഹിച്ചത്. 45 വർഷം മുൻപ് മരിച്ചുവെന്ന് കരുതിയ സഹോദരനെയാണ് കൊല്ലം കാരാളിമുക്കിലെ കുടുംബാംഗങ്ങൾ മുംബൈയിലെത്തി കണ്ടുമുട്ടിയത്. പൻവേൽ സീൽ ആശ്രമമാണ് അപൂർവമായി സംഗമത്തിന് വേദിയായത്. ഇതാണ് കൊല്ലം സ്വദേശി പടനിലത്ത് തെക്കേതിൽ വീട്ടിൽ സജാദ് തങ്ങൾ. ഗൾഫ് രാജ്യങ്ങളിൽ സിനിമാക്കാരെ പങ്കെടുപ്പിച്ച് താരനിശകൾ സംഘടിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സജാദിന്. 70കളിൽ സജാദിന്റെ സ്റ്റേജ് ഷോകളെ സമ്പന്നമാക്കിയിരുന്നത്
യേശുദാസിന്റെ ഗാനമേളയും സാംബശിവന്റെ കഥാപ്രസംഗവുമൊക്കെയായിരുന്നു. സംഘാടകനായിട്ട് എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, ഫിലിം ഫീൽഡുമായിട്ട് ബന്ധമുള്ള. അപ്പോൾ അന്ന് ഈ മലയാളം ഫിലിമെല്ലാം അവിടെ കൊണ്ടുപോയി അവിടെ ഷോ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച. സിനിമാ താരങ്ങളെ റാണി എന്നിട്ട് പിന്നെ വേറൊരു പാർട്ടി യേശുദാസിനെ കൊണ്ടുപോയി അന്നേരവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നടി റാണി ചന്ദ്ര ഉൾപ്പെടെയുള്ള കലാപ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നൃത്തപരിപാടി 1976 ഒക്ടോബറിൽ ഗൾഫിൽ അരങ്ങേറുന്നത്. അന്ന് ഗൾഫ് ഷോ കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു റാണിചന്ദ്രയും സഹോദരിമാരും അമ്മയും കൂടാതെ മറ്റ് കലാകാരന്മാരും അടങ്ങുന്ന സംഘം വിമാനാപകടത്തിൽ മരണപ്പെട്ടത്. ഇല്ല, ഞാൻ അവിടെ ആയിരുന്നു, അബുദാബിയിൽ നിന്നാണ്. അവർ അവിടെ നിന്ന് ഇത് ചെയ്തു, അബുദാബിയിൽ നിന്ന് ബോംബെയിൽ നിന്ന് ചെന്നൈ, ബോംബെയിൽ നിന്ന് ചെന്നൈ പോയ ഫ്ലൈറ്റിനാണ് ആക്സിഡൻ്റ് ആയത്. ഈ സംഭവം സജാദിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. പിന്നീട് നാട്ടിൽ പോകാതിരുന്നതിന് കാരണവും ഇതിനെ തുടർന്നുണ്ടായ ചില വാർത്തകളായിരുന്നു. തന്റെ ഷോയിൽ പങ്കെടുക്കാനെത്തിയ സിനിമാ താരങ്ങളടക്കമുള്ള കലാകാരന്മാരുടെ മരണത്തിന്റെ ആഘാതം സജാദിനെ വേട്ടയാടുകയായിരുന്നു. പിന്നീടുള്ള ഒളിവ് ജീവിതവും ഈ കുറ്റബോധം കൊണ്ടായിരുന്നുവെന്നാണ് സജാദ് പറയുന്നത്. ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആഘാതത്തിലുള്ള ഇത് അതിൻ്റെ ഇതുവരെയും വിട്ടു മാറിയിട്ടില്ല. അതിങ്ങനെ കുറേശ്ശെ ഇതാകുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് റിക്കവർ ആകാതെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ബിസിനസ് ചെയ്തിട്ട് കുറേ ഇതായിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും കൂടെ ഒരു ട്രൈ ചെയ്തു, ബോംബെയിൽ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് മുംബൈയിലെത്തി പല ജോലികൾ ചെയ്തെങ്കിലും പച്ച പിടിച്ചില്ല. വർഷങ്ങൾ പോയതറിയാതെയുള്ള ജീവിതത്തിനിടയിൽ ഒന്നും നേടാനുമായില്ല. ഇത് ചെയ്തിട്ട് ഇവിടെ വിജയിച്ചില്ല. ഇവിടെ അത്രയും വലിയ സുഹൃത്തുക്കളൊന്നും ബോംബെയിലില്ല. നമ്മളെ നാട്ടുകാരും എനിക്ക് അത്ര വലിയ പരിചയമുള്ള ആൾക്കാരാണ്. ആരോഗ്യം ക്ഷയിച്ച് ജോലിയെടുക്കാനാകാത്ത അവസ്ഥയിലാണ് സീലാശ്രമത്തിലെത്തുന്നത്. അത് 2 വർഷം മുൻപ് എൻ്റെ സ്നേഹിതന്മാർ നമ്മോട് പറഞ്ഞു, താൻ വളരെ ക്ഷീണിതനായൊരു സ്നേഹിതനുണ്ട്, KEM ഹോസ്പിറ്റൽ അഡ്മിറ്റഡായിരുന്നു. പക്ഷെ പുള്ളി അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ സ്ഥലമില്ല, പുള്ളിക്ക് വല്ലാത്തൊരു സാഹചര്യത്തിലാണെന്ന്. അങ്ങനെ ഇതറിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. വളരെ ഒരു സീരിയസ് ഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചതിനേക്കാളിലും കൂടുതൽ ക്ഷീണിതനായിരുന്നു. പാസ്റ്റർ ഫിലിപ്പിന്റെ പരിപാലനത്തിൽ ജീവിതത്തിലേക്ക് മെല്ലെ തിരിച്ചു വരികയായിരുന്നു സജാദ്. മാനസിക നില വീണ്ടെടുത്തപ്പോഴാണ് സജാദിന്റെ പഴയ കഥകൾ ഒന്നൊന്നായി അറിയാൻ കഴിഞ്ഞതെന്ന് പാസ്റ്റർ ഫിലിപ്പ് പറയുന്നു. അത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത്. ആദ്യമൊന്നും ഇദ്ദേഹം പറയാൻ ചില റിലക്റ്റൻസി ഉണ്ടായിരുന്നു, പറയാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ പതുക്കെ കുറച്ച് നമ്മളുള്ള അടുപ്പവും സ്നേഹം കൊണ്ട് പുള്ളി പതുക്കെ പറയുന്നു. കുറച്ച് പറഞ്ഞാൽ ഒരു കഥയും കംപ്ലീറ്റ് ആയിട്ട് പറയത്തില്ലായിരുന്നു. അങ്ങനെയാണ് സജാദിന് നാട്ടിലെ കുടുംബത്തെ കാണണമെന്ന ആഗ്രഹവും ഉടലെടുക്കുന്നത്. സീലാശ്രമം മുൻകൈയെടുത്താണ് ജന്മനാട്ടിലേക്ക് മടങ്ങാൻ അവസരമൊരുങ്ങുന്നത്. കേരളത്തിൽ നിന്ന് സഹോദരന്മാരായ മുഹമ്മദ് കുഞ്ഞും അബ്ദുൾ റഷീദും സഹോദരിയുടെ മകൻ സലീമും കഴിഞ്ഞ ദിവസം മുംബൈയിലെത്തിയത് സജാദിനെ തിരികെ കൊണ്ടുപോകാനായിരുന്നു. മരിച്ചുവെന്ന് കരുതിയ സഹോദരനെ 45 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ വൈകാരിക നിമിഷങ്ങൾക്കായിരുന്നു സീലാശ്രമം സാക്ഷ്യം വഹിച്ചത്. ഞങ്ങൾക്ക് ലോകം പിടിച്ചടക്കിയതാ, പുള്ളി അന്വേഷിക്കാത്ത ഒരു സ്ഥലമില്ല. 92 വയസ്സുള്ള ഉമ്മ ഫാത്തിമ ബീവി അടങ്ങുന്ന 71 കുടുംബാംഗങ്ങളാണ് കൊല്ലം കരാളിമുക്കിലെ വീട്ടിൽ സജാദിന്റെ വരവും കാത്തിരിക്കുന്നതെന്നാണ് ഇവരെല്ലാം പറയുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 433 അന്തേവാസികൾക്കാണ് അവരുടെ കുടുംബങ്ങളുമായി വീണ്ടും ഒന്നിക്കാൻ അവസരമൊരുക്കി പാസ്റ്റർ ഫിലിപ്പും സീലാശ്രമവും കാരുണ്യത്തിന്റെ കരസ്പർശമാകുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ. വനപാലകർ എടുത്തു വളർത്തിയ മംഗള എന്ന കടുവക്കുട്ടിയെ പെരിയാർ ടൈഗർ റിസർവിൽ തുറന്നുവിട്ടു. വേട്ടയാടി പഠിക്കാൻ പരിശീലിപ്പിക്കുന്നതിനായി കടുവാ സങ്കേതത്തിൽ ഒരുക്കിയ പ്രത്യേക കൂട്ടിലേക്കാണ് 10 മാസം പ്രായമായ കടുവാക്കുട്ടിയെ തുറന്നുവിട്ടത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് കടുവാക്കുട്ടിയെ ഇത്തരത്തിൽ വളർത്തി പരിശീലിപ്പിക്കുന്നത്. അമ്മക്കടുവ ഉപേക്ഷിച്ചു പോയ 2 മാസം പ്രായമായ കടുവക്കുട്ടിയെ മംഗളാദേവി വനത്തിൽ നിന്നാണ് 2020 നവംബറിൽ വാച്ചർമാർ കണ്ടെടുത്തത്. അമ്മക്കടുവയ്ക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കടുവക്കുട്ടിയെ ഉൾവനത്തിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. കൈകാലുകൾ തളർന്ന കുട്ടിയെ അമ്മക്കടുവ ഉപേക്ഷിച്ചതാകാമെന്ന നിഗമനത്തിൽ പെരിയാർ ടൈഗർ റിസർവ് അധികൃതർ സംരക്ഷിച്ചു വരികയായിരുന്നു. 8 മാസത്തെ പരിചരണത്തിനൊടുവിൽ പൂർണ്ണ ആരോഗ്യവതിയാണ് മംഗള എന്ന് വിളിക്കുന്ന കടുവക്കുട്ടി. സ്വന്തമായി ഇരപിടിക്കാൻ പ്രാപ്തയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് കടുവക്കുട്ടിയെ പെരിയാർ ടൈഗർ റിസർവിൽ തുറന്നുവിട്ടത്. പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലാണ് തുറന്നുവിട്ടത്. ജീവനുള്ള ഇരയെ കൂട്ടിലേക്ക് തുറന്നുവിടും. റീവൈൽഡിംഗ് എന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായി 2 വർഷം കാട്ടിലെ കൂട്ടിൽ പരിശീലനം നൽകേണ്ടതുണ്ട്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള പരിശീലനം. സ്വന്തമായി വേട്ടയാടാനും കാടിനോട് ചേർന്ന് ജീവിക്കാനുമുള്ള പരിശീലനം കഴിഞ്ഞാൽ മംഗളയെ പെരിയാർ ടൈഗർ റിസർവിലെ ഉൾവനത്തിൽ തുറന്നുവിടും. കൈരളി ന്യൂസ്, ഇടുക്കി.
സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് മാറ്റണം മനോഭാവം സ്ത്രീകളോട് എന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി മുരുകൻ കാട്ടാക്കട രചിച്ച് ആലപിച്ച കനൽപ്പൊട്ട് കവിതയുടെ CD പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P. സതീദേവിക്ക് നൽകി നിർവഹിച്ചു. കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട, മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സബിത ബീഗം എന്നിവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. മലയാളത്തിന്റെ വൈജ്ഞാനിക പദവി ഉറപ്പുവരുത്താനും മലയാള സർവകലാശാലയുടെ ബഹുമുഖ വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രമാക്കി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ദർശനരേഖ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ സെനറ്റ് അംഗങ്ങൾ ചേർന്നാണ് ദർശനരേഖ സമർപ്പിച്ചത്. ശൈലി പുസ്തക നിർമ്മാണം, പദകോശ നിർമ്മാണം, വിജ്ഞാനകോശ നിർമ്മാണം, പരിഭാഷകളും മൗലിക ഗ്രന്ഥങ്ങളും നിർമ്മിക്കൽ, ഓൺലൈൻ കോഴ്സുകൾ, ഡിജിറ്റൽ മാനവിക വിഷയ പഠന കേന്ദ്രത്തിന്റെ ആരംഭം എന്നീ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ദർശനരേഖയാണ് മലയാള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. മലയാളത്തിന്റെ വൈജ്ഞാനിക പദവി ഉറപ്പുവരുത്താനും സർവകലാശാലയെ ബഹുജന വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രമാക്കി ഉയർത്തുകയുമാണ് ദർശനരേഖയുടെ ലക്ഷ്യം. കേരളം വിജ്ഞാന സമൂഹമാവുക എന്നതും മലയാളത്തിലൂടെ ആ വിജ്ഞാന സമൂഹത്തെ, മാതൃഭാഷയിലൂടെ ആ വിജ്ഞാന സമൂഹത്തെ വാർത്തെടുക്കാം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മലയാളത്തെ വിജ്ഞാന ഭാഷയാക്കുവാൻ ആവശ്യമായ ചില നടപടികൾ നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അതിനാവശ്യമായ ചില നടപടികൾ മലയാള സർവകലാശാല ഏറ്റെടുത്ത് നടപ്പാക്കാം എന്ന് കരുതുന്നു. വൈജ്ഞാനിക വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് പഠിക്കാവുന്ന ഹ്രസ്വകാല കോഴ്സുകൾ ആരംഭിക്കാൻ ദർശനരേഖ നിർദ്ദേശിക്കുന്നു. ഒപ്പം ഗണിതശാസ്ത്രം, നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ PG കോഴ്സ് ആരംഭിക്കാനുള്ള അനുമതി, എപ്പിഗ്രാഫി പ്രത്യേക കോഴ്സായി പഠിപ്പിക്കാനുള്ള സംവിധാനം, തഞ്ചാവൂർ തമിഴ് സർവകലാശാലയിൽ മലയാളം ചെയർ ആരംഭിക്കൽ, മലയാള സർവകലാശാലയുടെ സവിശേഷമായ ധനസ്ഥിതി പരിഗണിച്ച് പദ്ധതി ഇതര ഫണ്ട് വർദ്ധിപ്പിക്കൽ, പുതിയ ക്യാമ്പസ് വികസിപ്പിക്കുന്നതിനും കെട്ടിട നിർമ്മിതിക്കുമുള്ള ഫണ്ട് ലഭ്യമാക്കൽ, അനധ്യാപക നിയമനം ത്വരിതപ്പെടുത്തൽ എന്നീ നിർദ്ദേശങ്ങളും ദർശനരേഖ മുന്നോട്ട് വയ്ക്കുന്നു. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായ രാമനുണ്ണി, ഒലീന, കാമുബായി പത്മനാഭൻ, സ്റ്റാലിൻ എന്നിവർ ചേർന്നാണ് ദർശനരേഖ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.